3 കാര്യമാ റഷ്യ ഉക്രൈനെ ആക്രമിക്കാൻ. അവനെ കൊല്ലാൻ പറ്റത്തില്ല. അവൻ ആരാ? യഹൂദൻ. എന്താ റഷ്യ ഉക്രൈൻ എന്നറിയാമോ? ഈ ഉക്രൈനകത്ത് 2010 ഒരു ഭരണാധികാരി വന്നു. ആ ഭരണാധികാരിയുടെ പേര് വ്ളാഡിമർ സെലൻസ്കി. കേട്ടോണേ, നാളെ പത്രത്തിൽ വരുന്ന വാർത്ത ഇന്ന് നിങ്ങളോട് പ്രസംഗിക്കുക. വ്ളാഡിമർ സെലൻസ്കി അദ്ദേഹം ആരാ? 2ാം ലോക മഹായുദ്ധത്തിൽ ചിതറിപ്പോയ ഒരു യഹൂദ സ്ത്രീയുടെ മകനാ സെലൻസ്കി. യഹൂദൻ ആരുമായിട്ടാ ഇഷ്ടം? അമേരിക്ക. 2013 അവനൊരു കത്ത് കൊടുത്തു. ആർക്കാ? അമേരിക്കയ്ക്ക്. ഞങ്ങളെ നിങ്ങളുടെ കൂടെ ചേർക്കണം. അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു ആരാ? ബരാക് ഒബാമ. അദ്ദേഹം പറഞ്ഞു പറ്റത്തില്ല. 2017 ട്രംപിന്റെ ഒരു കത്ത് കൊടുത്തു. ട്രംപിന്റെ കത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങളെ ചേർക്കണം. ട്രംപ് പറഞ്ഞു പറ്റത്തില്ല. 2020 കോവിഡ് കാലം ഇന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ബൈഡന്റെ കത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങളെ ചേർക്കണം. ചേർക്കാതിരിക്കുന്ന കാര്യം ഇവിടുത്തെ ചെറുപ്പക്കാരും പഠിക്കുന്ന കുഞ്ഞുങ്ങളും കേൾക്കണം. എന്താ? റഷ്യയുടെ അധീനതയിൽ കിടക്കുന്ന ഒരു സ്ഥലമായി ഉക്രൈൻ എന്ന് പറയുന്നത്. കീവ്, ഓർക്കീവ്, മരിയാപ്പോൾ, സഫ്രേഷ്യ, ഇതൊക്കെ ഉക്രൈൻ്റെ പട്ടണങ്ങൾ. ഇവിടെ അമേരിക്കയുടെ നാറ്റോയിൽ ചേർത്താൽ അമേരിക്ക ഒരു റഡാറിന് ഇവിടെ കൊണ്ടുവെക്കും. റഡാറിന് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ റഷ്യയുടെ സകല പരിപാടി നമ്മൾ ടവർ വഴി ഊറ്റുന്ന പോലെ ഊറ്റും. അതെന്നായി കരാറുണ്ടായത്? ഏഷ്യാനെറ്റിന് അറിയത്തില്ല, മനോരമക്കാരൻ അറിയത്തില്ല, പാറശാല കരീന്ദ്ര സഖാവിനും അറിയത്തില്ല, കാട്ടാക്കട സതീഷിനും അറിയത്തില്ല. പറഞ്ഞുതരാം. 1971 ഒരു കരാറുണ്ട്, ജോൺ എഫ് കെന്നഡി കരാർ. അത് UN-നകത്താ. ഈ 2 രാഷ്ട്രങ്ങളും ഒപ്പുവെച്ച് അമേരിക്ക, റഷ്യ, നിങ്ങളുടെ ബോർഡറിലുള്ള ഒരു രാജ്യത്തിലും ഞങ്ങളും വരത്തില്ല, ഞങ്ങളുടെ ബോർഡറിൽ നിങ്ങളും വരത്തില്ല. ഈ കരാറാ അമേരിക്കയും റഷ്യ ആയിട്ടുള്ള കരാർ. അതുകൊണ്ട് ഈ യഹൂദനായ പിന്നെ ആരാന്നറിയാമോ? സ്വോത്രം ഈ ഇവൻ്റെ ഈ സെലൻസ്കി ഇവർ ഏർപ്പെടുത്താതെ. അതുകൊണ്ട് ഇന്ന് സെലൻസ്കി ഒരു പുതിയ പരിപാടി കൂടെ ചെയ്തിരിക്കുക. അവൻ യൂറോപ്യൻ യൂണിയന് ചേരാൻ പോവുക. സ്വോത്രം. അപ്പം അവൻ റഷ്യ ചേരത്തില്ല. അപ്പം റഷ്യക്ക് പിടികിട്ടി. AG-ന്ന് ചാടിയ IPC. സന്തോഷമില്ലല്ലോ. IPC-ന്ന് ചാടിയ ചർച്ചക്കോടി ഇത് രക്ഷയില്ലേ? ന്യൂ ഇന്ത്യയില്ലേ? ഇൻഡിപെൻഡൻറ്റ് ഇല്ലേ? അവസാനം പഴയ CSI. സന്തോഷമില്ലല്ലോ. എന്നായാലും മതിലിയാടും ഉറപ്പാ. സ്വോത്രം. അതുകൊണ്ട് ഒരൊറ്റ പരിപാടി അവൻ ചെയ്തതാ. 3 കാര്യമാ റഷ്യ ഉക്രൈനെ ആക്രമിക്കാൻ. കേട്ടോണേ, 1ാമത്തെ കാര്യം റഷ്യ ഉക്രൈനെ ആക്രമിക്കാൻ. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നല്ല വെള്ളം കിട്ടുന്ന സ്ഥലം ഏതാണെന്നറിയാമോ? ഉക്രൈനിൽ ഒരു നല്ല നദിയുണ്ട്, നിപ്പർ നദി. നോട്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാം. 2, ഗോതമ്പ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന 2ാമത്തെ രാഷ്ട്രം. നമ്പർ 1 റഷ്യ, നമ്പർ 2 ഉക്രൈൻ. ഉക്രൈൻ്റെ ഗോതമ്പോടെ റഷ്യക്ക് കിട്ടിയാൽ അവന് ഗോതമ്പ് പണി സജീവമാക്കാം. എൻ്റെ അമ്മാമ്മേ, കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ യവന്മാർ അടി കൂടി തുടങ്ങിയത്. സ്വോത്രം. 2022. അത് തന്നെ. ഇപ്പം അത് 24. 2022 1 വർഷവും 11 മാസമായി. അന്ന് തൊട്ട് നമ്മുടെ കാര്യം കട്ടപ്പുകയായി. ഈ ഉക്രൈൻ്റെ അടി പിറ്റേന്ന് വന്നതോട്ട് നമ്മുടെ 17 രൂപയുടെ ആട്ടയുടെ ചാക്ക റേഷൻ കടയിൽ നിന്ന് പോയി. കരമുയരുന്നില്ലല്ലോ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇനി റേഷൻ കടയിൽ പോയി ആട്ട ചോദിക്കരുത്. അന്നേ ആ കാര്യം തീർന്നു. സ്വോത്രം. 3ാമത്തെ കാര്യം, ഉക്രൈനിൽ ഒരു ആണവ നിലയമുണ്ട്, സഫ്രോഷ്യ ആണവ നിലയം. ഇത് 3ഉം പിടിക്കാനാ 1 വർഷവും 11 മാസമായിട്ട് റഷ്യ യുദ്ധം ചെയ്യുന്നത്. എന്തിനാ? സ്തോത്രം. 1 വർഷവും 11 മാസം. 1 വെള്ളം, 2 ഗോതമ്പ്, 3 ആണവ നിലയം പിടിക്കാൻ. റഷ്യയുടെ ചെറുനോമ്പ് തീർന്നിരിക്കുക. പക്ഷേ യവനാരാ? യഹൂദനാ. 12 ഇന്ന് 23 മാസം കൊണ്ട് അടിക്കുക. ലോകത്തിലെ 2ാം ശക്തി. 4000 വിമാനം, അതിനുശേഷം 900 പടക്കപ്പൽ, 2000 ഹെലികോപ്റ്റർ. ആരാ? ഉക്രൈൻ. ഒരു ഞാഞ്ഞൂല്. 6 ജില്ല കേരളത്തിൻ്റെ കണക്ക്. അവനെ അടിക്കാൻ റെഡിയായിരിക്കുക. യവൻ്റെ കയ്യിരിക്കുന്ന എന്താണെന്നറിയാമോ? ചെറുപ്പക്കാരെല്ലാം കേൾക്കട്ടെ ഓൺലൈനിൽ. യവൻ ആരാന്നറിയാമോ? ജോ ബൈഡൻ. അമേരിക്കയിലെ ജോ ബൈഡൻ്റെ മോൻ്റെ കൂട്ടുകാരനാ ഈ യഹൂദൻ. ആരാന്നറിയാമോ? ഈ ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി. പിന്നെ യവൻ്റെ കൂടെ വേറൊരുത്തനുണ്ട്, ഞാൻ പറഞ്ഞ ഇസ്രയേലിൻ്റെ ഇന്നത്തെ പണക്കാരൻ എലോൺ മസ്ക്. അവൻ്റെ കയ്യിലൊരു മൊബൈൽ കൊടുത്തിട്ടുണ്ട്. എയർടെല്ലല്ല, അവൻ്റെ സാറ്റലൈറ്റിൻ്റെ പേരാ ന്യൂറോ ലിങ്ക്. അതിൻ്റെ പേരാ സ്റ്റാർലിങ്ക്. ആ സ്റ്റാർലിങ്ക് ആ സന്ദേശം. അപ്പോൾ റഷ്യന്ന് പെതിയൊരു മിസൈൽ എവിടെ വരും? ഉക്രൈൻ്റെ മേളിലോട്ട് വരും. പ്രസിഡൻ്റെ വീട്. അത് റഷ്യന്ന് കയറുമ്പോഴേ ഈ യഹൂദൻ്റെ സ്റ്റാർലിങ്ക് മെസ്സേജ് വാട്സപ്പിൽ കൊടുക്കും. ഉക്രൈൻ്റെ പ്രസിഡന്റോട് പറയും, അത്യാവശ്യമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങ്,
പറ്റുമെങ്കിൽ കീഴാറൂർ ചെന്നൊരു കട്ടൻ ചായ കൂടി വീട്ടിലോട്ട് മിസൈൽ വരുന്നു സ്വോത്രം. ആ സമയത്ത് ഉക്രൈൻ്റെ പ്രസിഡന്റ് ഒരു സൈക്കിളും എടുത്ത് കീഴാറൂർ അമ്പലത്തിൻ്റെ അവിടെ പോയി കട്ടൻ ചായ അടിക്കുമ്പോൾ റഷ്യയുടെ മിസൈൽ വീഴും സ്വോത്രം. അത് ആ വീഴുമ്പോൾ വാർത്ത കേൾക്കുമ്പോൾ ഉക്രൈൻ്റെ പ്രസിഡന്റ് ഇങ്ങനെ പാടും, നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ. കണ്ടോ, ലോകത്തിലെ രണ്ടാമത്തെ ശക്തി, ഏറ്റവും വലിയ ശക്തിയായ റഷ്യ കഴിഞ്ഞ 23 മാസമായി ഒരു ഉക്രൈൻ്റെ കൂടെ അഴിക്കുക. ഒരു ഞാഞ്ഞൂല് പ്രസിഡന്റിനെ കൊല്ലാൻ, അവനെ കൊല്ലാൻ പറ്റത്തില്ല. അവൻ ആരാ? യഹൂദൻ. മിണ്ടുന്നില്ലല്ലോ, അവനെ തീർക്കാൻ പറ്റത്തില്ല. പറഞ്ഞുതരാം. പണ്ടൊരു പുള്ളിക്കാരനുണ്ടായിരുന്നു. ആരായിരുന്നെന്നറിയാവോ? മൊർദെഖായി. അവനൊരു പാവപ്പെട്ടവനായിരുന്നു. അവിടെ പിന്നെ നെബൂഖദ്നേസർ പിന്നെ യെരൂശലേം ആക്രമിച്ച് യഹൂദ രാജാവായിരുന്ന യഹോവയാക്കീമിൻ്റെ വാഴ്ചയുടെ 3-ാമത്തെ ആണ്ടിൽ ശദ്രക്ക്, മേശക്ക്, ദാനിയേൽ ആ കൂട്ടത്തിൽ കൊണ്ടുപോയത് മൊർദെഖായി. ഭരണം മാറിയപ്പോൾ ശൂഷൻ രാജധാനിയുടെ വാതൊക്കെ ഒരുത്തൻ പരിശുവക്കാരനുണ്ട്, മൊർദെഖായി. യേശു വരാൻ കാലമായി. ഇതാ അവൻ്റെ പാട്ട്. വഴിനീള ട്രാക്ട് കൊടുക്കുക. അന്നേരം എപ്പോഴും ഇന്നോവയിൽ പോയൊരു മൂത്ത അച്ചായനുണ്ടായിരുന്നു. അവൻ്റെ പേരാ ഹിത്യൻ ആഗാഗ്യനായ ഹാമാൻ. സ്വോത്രം. ഹാമാൻ ഈ പാട്ടും പ്രസംഗമൊന്നും ഇഷ്ടമല്ല. നമ്മുടെ ചില ചേട്ടന്മാർ പറയുന്ന ശബ്ദം കൂടുന്നു, വോളിയം കുറയ്ക്കണം. സ്വോത്രം. ഈ പരിപാടിയായിരുന്നു ഹാമാൻ്റെ പരിപാടി. ഹാമാൻ ചെന്ന് രാജാവിനോട് രഹസ്യമായിട്ടൊരു കാര്യം പറഞ്ഞു, രാജാവ്, ഈ യഹൂദന്മാർ നിനക്കെതിരെ നീങ്ങുക, കസേര മിക്കവാറും വലിച്ച് താഴെ ഇടും. അതിന് നേതൃത്വം കൊടുക്കുന്ന പരിശുവക്കാരൻ മൊർദെഖായി. രാജാവ് വളരെ പ്രശ്നത്തിൽ നിന്ന് അന്നേരം പറഞ്ഞു, ഗതിയില്ലായിരിക്കും. പറഞ്ഞു അവനെ തൂക്കിയേറെ ബാക്കിയുള്ളവരെല്ലാം തട്ടിയേക്കാം. സ്വോത്രം. കൽപ്പന ശൂഷൻ പട്ടണം മുഴുവൻ പോസ്റ്ററുമൊക്കെ ഒട്ടിച്ചു. ആ കാലത്തായി കോവിഡ് അടിച്ചത് കേട്ടോ. കോവിഡ് അടിച്ചപ്പോൾ ഈ രാജാവിന് വിരോധമുള്ള വേറെ ഗ്രൂപ്പുകാരുണ്ടായിരുന്നു. അവന്മാർ രണ്ടുപേരും ഇന്ദിരാഗാന്ധിയെ തട്ടാൻ നിന്നതുപോലെ കാര്യങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുക രാജാവിനെ കൊല്ലാനായിട്ട്. സ്തോത്രം. മൊർദെഖായി പരിശോധന കഴിഞ്ഞ് ഏതോ തട്ടുകടയിൽ നിന്നപ്പോൾ അവന്മാർ ഇങ്ങനെ വാട്സപ്പ് അടിക്കുന്നു, ഇത്രാം തീയതി ഇത്ര മണിക്ക് രാജാവിനെ തട്ടുമെന്ന്. മൊർദെഖായി ആരോടും വേണ്ടിയില്ല, തുണ്ട് പേപ്പറിനകത്ത് എഴുതിയിട്ട് കോവിഡ് ആയതുകൊണ്ട് അകത്ത് കയറാൻ പറ്റിയില്ല. അവിടെ ഇരിക്കുന്ന അവിടെ രാജാവിൻ്റെ കിങ്കന്മാരെ കൊടുത്ത്, രാജാവ് ഒന്ന് സൂക്ഷിച്ചോണേ, രണ്ടവന്മാർ പദ്ധതി വെച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ പാലിയോട്ട് ചായ കുടിച്ചുകൊണ്ട് ഇവിടെ കാര്യം അറിഞ്ഞെന്ന്. സ്വോത്രം. രാജാവിൻ്റെ ആൾക്കാരെന്തോ ഇത് രാജാവിൻ്റെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞ് ഇതാണ്ട് അവന്മാർ പദ്ധതി വെച്ചേക്കുക. രാജാവ് പറഞ്ഞ് എല്ലാം ഞാൻ ശരിയാക്കാം. അന്നില്ല കോവിഡിന് കിറ്റ് കൊടുക്കുന്ന തിരക്കായിരുന്നു. അത്യാവശ്യമായിട്ട് ബുക്കിനകത്ത് ഈ പേപ്പറായിപ്പോയി, ഒന്നും അറിഞ്ഞില്ല. സ്വോത്രം. ആ സമയത്താണ് പരസ്യം വരുന്നത്. ആരെ തട്ടാൻ? മൊർദെഖായി. ആ സമയത്ത് മൊർദെഖായി ആര് പറഞ്ഞു? ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചോളാം. സ്വോത്രം. ദേശം മുഴുവൻ, ആടുമാടുകൾ സകലരുടെയും പ്രാർത്ഥന തുടങ്ങി. ഹാമാൻ എന്ത് ചെയ്തു? നല്ല പരസ്യം. കീഴാറൂരിൽ കൊണ്ട് കൊട്ടി തൂക്കി ആലിനകത്ത്, ഇത്രാം തീയതി ഇത്ര മണിക്ക് ഞാൻ മൊർദെഖായിയെ തൂക്കും. സ്തോത്രം. എന്നിട്ട് രാജാവിൻ്റെ കയ്യിൽ നിന്ന് പട്ടും വളയും മേടിക്കും. നാട്ടിൽ മൊത്തം പരസ്യം, ടെലിവിഷനകത്തും എല്ലാം. ഇസ്രായേൽ ജനം മിണ്ടിയിൽ. അവർ രട്ടുകൊടുത്ത് കണ്ണീരിൽ നിലവിളിക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രി ഉപവാസവും പ്രാർത്ഥനയും വെറുതെയല്ല. ആ സമയത്ത് വസ്തി എന്ന് പറയുന്ന ഒരുത്തി രാജാവുമായി തെറ്റിപ്പിരിഞ്ഞപ്പോൾ ചിറ്റപ്പൻ്റെ മകളായ ആരതിനകത്തുണ്ട്, എസ്തേർ. സ്വോത്രം. ഇന്ത്യ ഹിന്ദു ദേശമാണെന്ന് ഒരൊറ്റ പുസ്തകം പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ബൈബിൾ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. മിണ്ടുന്നില്ല. എസ്തേറിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഹിന്ദു ദേശം മുതൽ കൂശു വരെ വാണിരുന്ന ശൂഷൻ. എത്ര ക്ലിയർ. അപ്പം ഇന്ത്യ ഹിന്ദു ദേശമാണെന്ന് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ബൈബിൾ. അതാ സനാതന ഗ്രന്ഥം. ക്ലിയർ. മനസ്സിലാക്കണം. ഹിന്ദു ദേശം മുതൽ കൂശ് എത്തിയ പോരെ. എൻ്റെ പ്രിയ മക്കളെ, ഇന്ന് രാത്രി കേട്ടോണം. എന്താ സംഭവം എന്നറിയാമോ? എസ്തേർ എന്ന് രാജാവിനോട് പറഞ്ഞ്, ആ കോവിഡ് കാലത്ത് 2 പേര് AK-47 ചെങ്കൽ ചൂളെന്ന് തട്ടാൻ വന്നപ്പോൾ ആ പാവപ്പെട്ട മൊർദെഖായി ഇല്ലയോ? സ്വോത്രം. എന്നോട് കാര്യം പറഞ്ഞ് ഒരു കട്ടൻ ചായ ഒരു പരിപ്പോടെ കൊടുത്തു. അയ്യോ, രാജാവ് പറഞ്ഞു, അന്ന് ഞാനേ ഈ കിറ്റ് കൊടുക്കുന്ന തിരക്കിലായിരുന്നു എസ്തേർ. ആ പാവത്തിനൊന്നും കൊടുത്തില്ല. അവനെ തൂക്കാനാ ഹാമാൻ പരിപാടിയായിട്ട് വെച്ചിരിക്കുന്നത്. അയ്യോ, സ്വോത്രം. പിന്നെ ഹാമാൻ ഈ പടവും പോസ്റ്ററും കൊണ്ട് വീട്ടിൽ ചെല്ലും. ഹാമാൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഹാമാൻ ഭാര്യ സേരസ് എന്ന് പറയുന്ന ആൻറ്റിയോട് പറയും, ഭാര്യയോട് പറയും, അവരെ ഞാൻ തൂക്കും, എല്ലാ പള്ളിയും ഞാൻ പിടിക്കും, എല്ലാ സ്ഥലവും ഞാൻ പിടിക്കും. അപ്പോഴേ ആ സേരസ് പറഞ്ഞു, അച്ചായ, അങ്ങാര് രാത്രി 12 മണിക്ക് മുഴങ്കാലിയിരുന്ന് പ്രാർത്ഥിക്കുന്നത്. അത് മാത്രമല്ല, പൊട്ട തമ്പേറെടുത്ത് കരയുന്നത്. അയാളോട് കളിക്കാൻ പോകല്ലേ, അച്ചായൻ കുരുങ്ങിപ്പോവും. അപ്പം ഞങ്ങളുടെ അച്ചായന്മാരുടെ കണക്ക് ഭാര്യന് അന്യായ ഭാഷയും പറഞ്ഞു, നാടൻ ഭാഷയും. സ്വോത്രം. കേൾക്കണം. സ്വോത്രം. ഭാര്യമാർ, ചെറുപ്പക്കാർ ഇവിടെ ഇരിപ്പുണ്ട്, ഭാര്യമാർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ കേട്ടാൽ കുഴയത്തില്ല. സ്വോത്രം. എല്ലാം കേൾക്കാൻ പോവരുത്.
അങ്ങനെ കേട്ടൊരു സിനിമാക്കാരനാ ഇപ്പൊ കോടതി വാദಕ್ಕೆ നിൽക്കുന്ന. അവൻ്റെ പേരാ സിനിമാ നടൻ ദിലീപ് വാളയാർ പരമശിവം. സ്വോത്രം. കണ്ട പെണ്ണിൻ്റെ വാക്ക് കേട്ടിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. ഇപ്പം ഞാൻ ഇത്രേ പറയുന്നോളൂ, ഈ പള്ളിക്ക് ഈ മണി മതി, ബാക്കി ആ സ്റ്റേജിൽ കൂടെ പറയത്തില്ല. എല്ലാ കാര്യങ്ങളും ഭാര്യമാർ പറയുന്നത് കേൾക്കാൻ നിൽക്കരുത്, കുഴഞ്ഞു പോകും. ഈ അമ്മാമ്മ പറഞ്ഞ അച്ചായ ആ പോസ്റ്റും വലിച്ചിറക്കിയിട്ട് ഉപദേശിയുടെ അടുത്ത് പറയണം, കഴിഞ്ഞ കാലത്ത് പറ്റിയ തെറ്റിപ്പോയി, നമുക്ക് ദൈവസന്ധി താഴ്മയോടെ ഇരിക്കാം, കാര്യം റെഡിയാവും, അവസരം നഷ്ടപ്പെടുത്തരുത്. സ്വോത്രം. ദൈവജനത്തിൻ്റെ പ്രാർത്ഥന, സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. കരമുയരുന്നില്ലല്ലോ. ഒരു കൂട്ടം ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടോ? പത്രോസ് കാരാഗ്രഹത്തിനകത്ത് കിടക്കുക. 4 കവാടങ്ങൾ, 1, 2, 3, 4. അവന്റെ കാലുകൾ ബന്ധിച്ചിരിക്കുക. നാളെ അവനെ കൊല്ലുവാൻ പദ്ധതി വെച്ചിരിക്കുക. അവൻ പേടിച്ച് കാരാഗ്രഹത്തിനകത്ത് കിടക്കുക. വചനം മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി അവനെ കൊല്ലുവാനുള്ള വാൾ അതിനകത്ത് രാഗിക്കൊണ്ടിരിക്കുക. അവൻ പേടിച്ച് കിടക്കുമ്പോൾ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. ദൂതൻ ഇറങ്ങി ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവം, താമ്ര കഥകളെ വെട്ടിമാറ്റുന്ന ദൈവം. 1-ാം കവാടം, 2-ാം കവാടം, 3-ാം കവാടം ചെന്ന് പത്രോസിനെ തട്ടി എഴുന്നേൽപ്പിച്ചു. അവന്റെ കാലിൽ ചെരുപ്പിട്ടു. ഇന്ന് രാത്രി ഏതൊക്കെ മതിലുകൾ നിനക്കെതിരെ ഉയർന്നാലും, ഏതൊക്കെ മന്ത്രവാദികൾ നിനക്കെതിരെ ഉയർന്നാലും, നിന്നെ പുറത്ത് ജയിലിനകത്തുനിന്ന് കൊണ്ടുവരത്തില്ലെന്ന് ദുഷ്ടപിശാച് വാത് കെട്ടിയാലും, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ വിടുവിക്കുക. പത്രോസിന്റെ കാലിനകത്ത് ചെരുപ്പിട്ട് പുറത്ത് കൊണ്ടുവന്ന് ദൈവസഭയുടെ മുൻപിൽ നിർത്തുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയുമെങ്കിൽ 2024 കടക്കുന്ന കാവല്ലൂര് മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ തന്റെ ജനം താഴ്മയോടെ ഇരുന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ആരാധിക്കുമെങ്കിൽ പഴയതുപോലെ ഒരു നല്ല കാലം നമുക്ക് തരുവാൻ നമ്മുടെ ദൈവശക്തൻ. സ്വോത്രം. ഇന്ന് രാത്രി കേട്ടോണേ, ഇടവേളയിലേക്ക് പോകുമ്പോൾ ഇന്ന് രാത്രി കേട്ടോണം എന്താ സംഭവിച്ചതെന്നറിയാമോ? രാവിലെ ഹാമാൻ കൊട്ടാരത്തിൽ ചെന്നു. മൊർദെഖായി കൊടുക്കാനായിട്ട് രാജാവ് ലിസ്റ്റ് വെച്ചിരിക്കുക. ആ സമയത്ത് എന്തായതെന്നോ? ഹാമാനോട് പറഞ്ഞു, ഹാമാനെ ആ ബുക്കും പേപ്പറും ഒന്ന് എടുത്താട്ടെ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചില കാര്യം ചെയ്ത ഒരു ഭക്തനുണ്ടൊന്ന് എഴുതാം. അപ്പോൾ ഹാമാൻ വിചാരിച്ച് ഞാനല്ലാതെ ആരാ? അപ്പോൾ പറഞ്ഞു ഒരു കാറൊന്ന് എഴുതിയാറ്. അപ്പോൾ ഹാമാൻ വിചാരിച്ച് ടൊയോട്ട മാറി കിയ കാർണിവൽ 2 എണ്ണം എഴുതിയേക്കാം. സ്വോത്രം. 1 എനിക്കും 1 ആൻറ്റിക്കും. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് 4 മുറി ഷോപ്പിംഗ് കോംപ്ലക്സിൽ കട എഴുതാം നെയ്യാറ്റിൻകര. പിള്ളേർ വളർന്നു വരും, രാജാവല്ലേ 8 എഴുതി. സ്വോത്രം. അത് കഴിഞ്ഞ് അമ്പൂരി 4 ഏക്കർ തോട്ടം എഴുതാൻ പറ്റി, 6 കാണിയിൽ 8 ഏക്കർ അങ്ങ് എഴുതി. അപ്പോൾ ഹാമാൻ ഒരു സംശയം. സ്വോത്രം. ആർക്കാ ഇത്? ഉടനെ രാജാവ് ഇത് ആർക്കാ? നമ്മുടെ പരിശോധത്തിൽ കേശു വരാൻ കാലമായി പ്രസംഗിത് ഉപദേശിക്കാമെന്ന്. സ്വോത്രം. അന്നേരമാ അവൻ്റെ പാടാൻ തുടങ്ങിയത്. സ്വോത്രം. ആരാധിക്കുന്നവനോട് നീ മറുതലിക്കാൻ പോയാൽ നിന്റെ പാട്. സ്വോത്രം. അവൻ വണ്ടിയെടുത്ത് വീട്ടിൽ വന്ന് കട്ടിലേ കയറി കടന്ന് ഒരു പാട്ട്, കണ്ണുനീരെന്ന് മാറുമോ. സേരസ് പറഞ്ഞ അച്ചായ അന്നേ ഞാൻ പറഞ്ഞില്ലേ, കഴിമരവും വലിച്ച് പോസ്റ്ററിലെ കരിയായാലും മാറ്റി മര്യാദയ്ക്ക് എന്നേ കുഴപ്പമുണ്ടാവും. സ്വോത്രം. നിർത്താൻ പോവുക ഇടവേളയിലേക്ക്. ഇന്ന് രാത്രി കേട്ടോ മക്കളെ, സ്തോത്രം. കഴിമരമുണ്ടാക്കിയത് ആരാ? ഹാമാന. പരസ്യം കൊടുത്തത് ആരാ? ഹാമാന. ശൂശനിൽ സകലൻ തകർക്കാൻ വെച്ചത് ആരാ? ഹാമാന. പക്ഷെ ഇന്ന് രാത്രി കഴിമരമുണ്ടാക്കിയ ഹാമാന്റെ കഴിമരത്തിൽ ആര് തൂങ്ങണമെന്ന് സ്വർഗത്തിലെ ദൈവം വിചാരിക്കണം. കരമുയർത്തുന്നവർക്കായി എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? 2021 പറ, ഒരനർത്ഥം എനിക്ക് വരികയില്ല, ഒരു ബാധ എന്റെ കൂടാരത്തിൽ എടുക്കുകയില്ല. എന്നെ തകർക്കുവാൻ ദൂട്ട പദ്ധതികൾ വച്ചാൽ അതിന്റെ നടുവിൽ ശത്രു എനിക്കെതിരെ, എന്റെ കുടുംബത്തിനെതിരെ, കുഞ്ഞുങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധം ഫലിക്കുകയില്ല. സ്വോത്രം. അതുകൊണ്ട് മൊർദെഖായിയുടെ കൊച്ചുമോന ആരാണെന്നറിയാമോ? ഇന്നത്തെ സെലൻസ്കി അവനെ തട്ടാൻ പറ്റത്തില്ലെങ്കിൽ ഈ യുദ്ധം ഇസ്രയേലിലേക്ക് പോകാൻ പോകുന്നു. ഒറ്റ വാക്യം, ഇടവേള. അത് കഴിഞ്ഞ് 20 മിനിറ്റ് കഴിയുമ്പോൾ ഇന്ന് രാത്രി നിർത്തും. വായിക്കാം. എസെക്കിയേൽ പ്രവചനം 39:1-2. ആകയാൽ മനുഷ്യപുത്ര, ഇന്നത്തെ റഷ്യ ഉക്രൈന ഇനി തുടങ്ങുന്നത് ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്. ഗോഗാര് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഷേം, ഹാം, യാഫേത്ത്. യാഫേത്തിന്റെ തലമുറയാ ഗോഗ്, മാഗോഗ്. ഈ മാഗോഗ മംഗോളിയ 4 പേര്. ചൈന, അത് കഴിഞ്ഞ് തായ്ലൻഡ്, ഫിലിപ്പൈൻസ്, കൊറിയ, കുള്ളന്മാർ. അതിൽ നിന്ന് ചാടിയവൻ അന്നത്തെ ഗോഗ്, റഷ്യ. ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത് വായിച്ചാട്ടെ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. രോഷ്. ഇന്നത്തെ റഷ്യ രോഷ്. അത് മേശക്ക്, അതിന്റെ തലസ്ഥാനം മോസ്കോ, ട്രൂബൽ, ടുബാസ്കോ എന്നിവയുടെ പ്രഭുവായ ഗോഗേ. ഇന്ന് റഷ്യക്ക് എല്ലാ രാജ്യങ്ങളും വിരോധമായില്ലോ. റഷ്യ ഉക്രൈനിൽ എത്ര പേര് മരിച്ചെന്ന് ചെറുപ്പക്കാരെഴുതിക്കോ. റഷ്യയുടെ 3.5 ലക്ഷം പട്ടാളക്കാർ, ഉക്രൈൻ്റെ 3.5 ലക്ഷം പട്ടാളക്കാർ. വാർത്ത പുറത്തു വിടുന്നില്ല പാസ്റ്റർമാര്. 10 ലക്ഷം പേരാ മരിച്ചത് ഇപ്പോൾ റഷ്യ ഉക്രൈൻ.
21 മാസമായിട്ട്. നാളെ ഒരു പക്ഷേ വാർത്ത വരാൻ സാധ്യതയുണ്ട്. സ്വത്രം 10 ലക്ഷം പേർ മരിച്ചു കഴിഞ്ഞു റഷ്യ ഉക്രൈൻ. 4 മണിക്കൂർ റഷ്യയുടെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം TV പറഞ്ഞതാ, ആര് പറഞ്ഞാലും ശരി ഉക്രൈൻ കൈക്കലാക്കുമെന്ന്. സ്വത്രം. അങ്ങനെയെങ്കിൽ നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ട രോഷ്, മേശക്, ട്രൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ 6 ശേഷിപ്പിച്ചു. അവിടെ നിന്ന് ബ്രേക്ക് ഇട്ടാട്ടെ പാസ്റ്ററെ. 6 ശേഷിപ്പിച്ച് 15 രാജ്യം 6 കൂടെ നിന്നെ ഇസ്രയേലിലേക്ക് കൊണ്ടുപോവുക. അതാ ഈറ്റ് നോവിന്റെ ആരംഭം. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ 6ാമത്തെ വഴി. ഇതിലേക്കൂടെ നിന്നെ ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പോവാ. റഷ്യ. വായിക്കാം അടുത്ത വാക്ക്, വായിച്ചാട്ട്. നിന്നെ വടക്കേ അറ്റത്തു നിന്ന് പുറപ്പെടുവിച്ച് സിറിയയിലെ ഗോലാൻ കുന്നിൽ നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. കരമൊന്ന് ഉയർത്തിയാട്ടെ. ഇതാ അന്തിമ യുദ്ധം. ഇന്ന് രാത്രി അതിൻ്റെ ചാല ഇപ്പം നടക്കുന്ന ഒരു സ്ഥലത്ത് റഷ്യ ഉക്രൈൻ, അറബ് ലോകം മുഴുവൻ റഷ്യയുടെ കൂടെ. അതാ ഇന്നത്തെ ഗാസ പ്രശ്നം. അങ്ങനെയെങ്കിൽ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കാൻ വരുന്നു. ബാക്കി 20 മിനിറ്റ് കൂടി ഇന്ന് രാത്രി പറയും, ബാക്കി നാളെ. ഒരന്തിമ യുദ്ധത്തിൻ്റെ ചാൽ ഇവിടെ ഒരുങ്ങുവാൻ കാലമായി. പത്രം വായിച്ചവർ, ബൈബിൾ വായിച്ചവർ, ഇന്നും ഓൺലൈൻ കാണുന്ന കുഞ്ഞുങ്ങൾ പറയണം, അന്തിമ ദിനത്തിലേക്ക് കാലം. ഇന്ന് രാത്രി റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നതിന് മുമ്പ് അത് ഈ സംഭവങ്ങൾ കണ്ടു. ഇനി ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് മുമ്പ് ഒരു സംഭവം നടക്കും. അതിനു വേണ്ടിയ നിങ്ങളെ കൺവെൻഷൻ കൂട്ടത്തിൽ വിളിച്ചിരുത്തിയിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വാഗാ അതിർത്തിയിൽ ന്യൂഡൽഹിയിൽ നിന്നൊരു ബസ് പോകും. ആ ബസ്സിനകത്ത് പാകിസ്ഥാൻ്റെ കോൺസുലേറ്റുമാരെ അവിടെ കൊണ്ടു നിർത്തും. അതേസമയം ഇസ്ലാമാബാദിൽ നിന്ന് ഒരു ബസ് ഇങ്ങോട്ട് വരും. ഇന്ത്യയിലെ കോൺസുലേറ്റുമാർ 2 പേരെയും അതിർത്തിയിൽ നിൽക്കും, പാസ്പോർട്ട് ചെക്ക് ചെയ്യും. പാകിസ്ഥാൻ്റെ കോൺസുലേറ്റുമാരെ അങ്ങോട്ട് കൊടുക്കും, ഇന്ത്യയിലെ കോൺസുലേറ്റുമാരെ ഇങ്ങോട്ട് മേടിക്കും. ഗേറ്റ് അടയും, പതാക താഴ്ത്തും. 8 മണി കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആരംഭിക്കും. അതുപോലെ ഇന്ന് രാത്രി ഒരന്തിമ യുദ്ധത്തിന് വേണ്ടി റഷ്യയുടെ കാഹളം ഇസ്രയേലിനകത്ത് മുഴങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഒഴിച്ചുമാറ്റൽ നടക്കും. അതിൻ്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. ഇന്ന് രാത്രി കാവല്ലൂര് കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങുവാൻ കാലമായി. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. സഹോദരാ, ബ്രദറേ, സിസ്റ്റർ, വൺ മോർ ടൈം റിവൈസ് ദിസ് നൈറ്റ്. പുണ്യ സ്ഥലങ്ങൾ തേടണ്ട, സ്തോത്ര കാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് എന്നെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരുമെങ്കിൽ ഇന്ന് രാത്രി അവൻ്റെ ചങ്കിലെ ചോരയാൽ എൻ്റെ പാപക്കറകളെ മാറ്റി ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേര് ചേർക്കണമെന്ന് ഈ രാത്രി ആര് പ്രാർത്ഥിക്കും? നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു വരാറായി. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക്. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിപ്പാൻ ഉള്ളത് തന്നെ.